വെയർഹൗസ് മാനേജ്മെന്റ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണല്ലേ ഈ വെയർഹൗസ് മാനേജ്മെന്റും വെയർഹൗസ് എല്ലാം. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് വെയർഹൗസ് മാനേജ്മെന്റ്. സോ ഈ വെയർഹൗസ് മാനേജ്മെന്റും എല്ലാം ഓക്കെ, ഇതിന്റെ ടൈപ്സിനെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? എത്ര ടൈപ്സ് ഓഫ് വെയർഹൗസുകൾ വരുന്നുണ്ടെന്ന്? സോ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്. വാണിജ്യപരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്, സാധനങ്ങൾ സൂക്ഷിക്കാനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഈ വെയർഹൗസിൻ്റെ അകത്ത് ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ട് ഡെയിലി ലൈഫിൽ. അതായത് റിസീവ് ചെയ്യുക, പുട്ട് അവേ ചെയ്യുക, അതിനെ കൃത്യമായി സ്റ്റോർ ചെയ്യുന്നു, കൃത്യമായി കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നു, ഓർഡർ കൃത്യമായി പിക്ക് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, അതിനെ കൃത്യമായി ഡെസ്പാച്ചും ഡെലിവറി ചെയ്യുന്നു. ഇതാണ് നമുക്ക് വെയർഹൗസിനെ കുറിച്ച് അറിയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള പിക്ചർ. പക്ഷെ നിങ്ങൾക്കറിയാത്ത ഒരുപാട് ടോപ്പിക്കുകൾ ഈ വെയർഹൗസിൽ വരുന്നുണ്ട്, എസ്പെഷ്യലി ഇതിൻ്റെ ടൈപ്സുകൾ. ഒരുപാട് വെയർഹൗസുകൾ നമ്മൾക്കുണ്ട് ഇൻഡസ്ട്രിയിൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെയർഹൗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് ഫോർ സ്റ്റോറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് അല്ലേ. അതിനെ പല മാനദണ്ഡങ്ങളുടെ ബേസിസിൽ, പല ക്രൈറ്റീരിയയുടെ ബേസിസിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി വെയർഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് പ്രൈവറ്റ് വെയർഹൗസുകൾ, ഗവൺമെൻറ് വെയർഹൗസുകൾ, ബോണ്ടഡ് വെയർഹൗസുകൾ, അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുമ്പോൾ പല മാനദണ്ഡങ്ങളുടെ ബേസിസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ദ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓണർഷിപ്പാണ്. ആരാണ് ഈ വെയർഹൗസിൻ്റെ ഓണർ? ആരാണ് ഈ വെയർഹൗസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആരാണ് ഈ വെയർഹൗസിൻ്റെ കൺട്രോളിങ് എന്നുള്ളതിൻ്റെ ബേസിസിൽ നമ്മൾ വെയർഹൗസുകളെ ഒരു 5 കാറ്റഗറിയിലേക്ക് മാറ്റാൻ പോവാണ്. ഓക്കെ, സോ ഓണർഷിപ്പ് ആൻഡ് യൂസേജിൻ്റെ ബേസിസിൽ വി ഹാവ് 5 ടൈപ്സ് ഓഫ് വെയർഹൗസ്. 5 കാറ്റഗറിയാണ് ഇതിൽ വരുന്നത് ഈ ഓണർഷിപ്പിൻ്റെ ബേസിസിൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈവറ്റ് വെയർഹൗസ് ആണ്. ഞാൻ ഓൺ ചെയ്ത്, ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്ത്, ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു വെയർഹൗസിനെയാണ് നമ്മൾ പ്രൈവറ്റ് വെയർഹൗസ് എന്ന് വിളിക്കുന്നത്. ഒരു പ്രൈവറ്റ് വ്യക്തിയോ ഒരു പ്രൈവറ്റ് ഫേമോ ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുന്ന ഒരു വെയർഹൗസിനെ. സോ ദീസ് വെയർഹൗസസ് ആർ ഓൺഡ്, ഓപ്പറേറ്റഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ പ്രൈവറ്റ് പാർട്ടി. സോ എൻ്റെ സ്വന്തമായ വെയർഹൗസ്, എൻ്റെ സാധനങ്ങൾ ഞാൻ കയറ്റുമതി ചെയ്യുന്ന, ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന എൻ്റെ ഗുഡ്സ് സൂക്ഷിക്കാനുള്ള വെയർഹൗസുകളെയാണ് നമ്മൾ പ്രൈവറ്റ് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് കാറ്റഗറി, ഓണർഷിപ്പിൻ്റെ അണ്ടറിൽ വരുന്ന സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് പബ്ലിക് വെയർഹൗസുകളാണ്. പബ്ലിക് വെയർഹൗസുകൾ എന്ന് പറയുമ്പോൾ ഇത് ഓൺ ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ എൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ കയറ്റുമതി ചെയ്യുന്ന, ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന എൻ്റെ ഗുഡ്സുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഇത് പബ്ലിക്കിന് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വെയർഹൗസാണ് ഈ പബ്ലിക് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. സോ ഇത് ഓൺ ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ഞാനോ എൻ്റെ കമ്പനിയോ എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോ ആയിരിക്കാം. പക്ഷേ ഇത് ഞാൻ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസോടുകൂടി പബ്ലിക്കിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്തു കൊടുക്കുന്നതിനെയാണ് പബ്ലിക് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഗവൺമെൻറ് വെയർഹൗസുകളാണ്. കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ ആയിരിക്കും ഇതിൻ്റെ ഓണർഷിപ്പ്, ഇതിൻ്റെ യൂസേജ്, ഇതിൻ്റെ മെയിൻ്റനൻസ്, എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. സോ പ്രൈവറ്റ് വെയർഹൗസ്, പബ്ലിക് വെയർഹൗസ്, ഗവൺമെന്റ് വെയർഹൗസ്. ആൻഡ് അനദർ കാറ്റഗറി എന്ന് പറയുന്നത് ബോണ്ടഡ് വെയർഹൗസുകളാണ്. നമ്മൾ ഇറക്കുമതി ചെയ്തു കൊണ്ടുവന്ന സാധനങ്ങൾ കൃത്യമായ നികുതി അടയ്ക്കാതെ ആണെങ്കിൽ ആ സാധനങ്ങളെ, ആ ഗുഡ്സുകളെ നമ്മൾ കീപ്പ് ചെയ്യുന്ന വെയർഹൗസുകളെയാണ് ബോണ്ടഡ് വെയർഹൗസ് എന്ന് പറയുന്നത്. ഇത് ഓൺ ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ഡോക്ക് അതോറിറ്റീസ് ആണ്. സീപോർട്ടിന് അടുത്തായിട്ടാണ് ഈ വെയർഹൗസുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഞാൻ ഇറക്കുമതി ചെയ്തു വന്ന ഗുഡ്സിൻ്റെ ഇറക്കുമതി ഡ്യൂട്ടി ഞാൻ അടച്ചിട്ടില്ലെങ്കിൽ ഇത് നേരെ എടുത്ത് ബോണ്ടഡ് വെയർഹൗസുകളിലാണ് സൂക്ഷിക്കുക. എന്ന് ഞാൻ ഈ ഡ്യൂട്ടി ക്ലിയർ ചെയ്യുന്നു, എന്ന് ഞാൻ ഈ നികുതി അടച്ചു തീർക്കുന്നു, അന്ന് എനിക്ക് ഈ ഗുഡ്സുകൾ ഈ വെയർഹൗസിൽ നിന്നും എടുക്കാവുന്നതാണ്. ദെൻ ഫൈനലി വി ഹാവ് കോപ്പറേറ്റീവ് വെയർഹൗസ്. കോപ്പറേറ്റീവ് വെയർഹൗസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, പകുതി ഗവൺമെൻറ്റും പകുതി പ്രൈവറ്റ് ആയിട്ടുള്ള വെയർഹൗസുകളെയാണ് നമ്മൾ കോപ്പറേറ്റീവ് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഓൺഡ്,
operated and managed by both government and private parties. So വെയർഹൗസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെന്നും സാധനങ്ങൾ സൂക്ഷിക്കാനാണെന്നും അറിയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിൽ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. അതിലൊരു ഏരിയ മാത്രമാണ് ഈ ടൈപ്സ് ഓഫ് വെയർഹൗസ്. ഓണർഷിപ്പിൻ്റെ അണ്ടറിലെ 5 കാറ്റഗറീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.